അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ തങ്ങളുടെ ആണവായുധ നയം ശരിയാണെന്ന് തെളിയിക്കുന്നതാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ചൊവ്വാഴ്ച ഉത്തര കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കിം വാഷിംഗ്ടണിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. അമേരിക്കയുടേത് ഭരണകൂട ഭീകരതയും കടന്നുകയറ്റവുമാണെന്ന് ആരോപിച്ച അദ്ദേഹം ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന യുഎസിന്റെ സമ്മർദ്ദങ്ങളെയും വാഗ്ദാനങ്ങളെയും തള്ളിക്കളഞ്ഞ തന്റെ തീരുമാനം 100% ശരിയാണെന്ന് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയയുടെ ആണവ പദവി ഇനി ആർക്കും മാറ്റാനാവാത്ത വിധം ഉറച്ചുപോയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവശേഷി അമേരിക്ക തകർത്തുവെന്ന മുൻപത്തെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആണവ യുദ്ധമില്ലാത്ത രാജ്യങ്ങളെ അമേരിക്ക സൈനികമായി വേട്ടയാടുമെന്നും എന്നാൽ ആണവ ശക്തിയുള്ള രാജ്യങ്ങളെ അവർ ഭയപ്പെടുമെന്നുമുള്ള ഉത്തര കൊറിയയുടെ ദീർഘകാലമായുള്ള വിശ്വാസത്തിന് അടിവരയിടുന്നതാണ് ഇറാൻ സംഘർഷം. നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഡൊണാൾഡ് ട്രംപ് താൽപര്യം പ്രകടിപ്പിക്കുന്നതിനിടയിലാണ് കിമ്മിന്റെ ഈ നിർണായക പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. ആണവ നിരായുധീകരണം എന്ന പഴയ അജണ്ട ഇനി ചർച്ചയാകില്ലെന്ന വ്യക്തമായ സൂചനയാണ് കിം ഇതിലൂടെ നൽകുന്നത്. 15ാമത് സുപ്രീം പീപ്പിൾസ് അസംബ്ലിയുടെ ആദ്യ സെഷനിൽ സംസാരിക്കവെയായിരുന്നു കിം ജോങ് ഉൻ നിലപാട് വ്യക്തമാക്കിയത്. തിങ്കളാഴ്ചയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പീപ്പിൾസ് അസംബ്ലിയുടെ ആദ്യ സെഷൻ നടന്നത്. അതേസമയം ഒരു ആണവായുധ രാഷ്ട്രമെന്ന നിലയിൽ ഉത്തര കൊറിയ തങ്ങളുടെ പദവി ഉറപ്പിക്കുന്നത് തുടരും. ശത്രുക്കളുടെ എല്ലാ തരത്തിലുമുള്ള പ്രകോപനത്തെയും അടിച്ചമർത്താൻ ആക്രമണത്തെ തന്നെ ആശ്രയിക്കുമെന്നും അദ്ദേഹം വിശദമാക്കി. പ്രകോപനമില്ലാതെ ഉത്തര കൊറിയക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ദയവില്ലാതെ പ്രത്യാക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ദക്ഷിണ കൊറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഏറ്റവും വലിയ ശത്രു രാഷ്ട്രമായി ദക്ഷിണ കൊറിയയെ പരിഗണിക്കുമ്പോഴും വ്യക്തമായ പരാമർശങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും പൂർണ്ണമായും അവഗണിക്കുമെന്നും കിം പ്രസ്താവനയിൽ പറഞ്ഞു. 2024 ദക്ഷിണ കൊറിയയെ 1ാം നമ്പർ ശത്രു രാജ്യമെന്ന് അംഗീകരിക്കുന്നതിനായി കിം നിയമ പരിഷ്കരണം കൊണ്ടുവന്നിരുന്നു. ഇരു കൊറിയകളുടെ ഏകീകരണം നടക്കണമെന്നും ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൺഹാപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ യുഎസിന്റെ പങ്കിനെ കിം നിശിതമായി വിമർശിച്ചിരുന്നു. തന്റെ എതിരാളികൾക്ക് സമാധാനപരമായ സഹവർത്തിത്വം വേണോ ഏറ്റുമുട്ടൽ വേണോ എന്ന് സ്വയം തെരഞ്ഞെടുക്കാവുന്നതാണ്. ഏത് രീതിയായാലും അതിനോട് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ ഉത്തര കൊറിയ തയ്യാറാണെന്നും കിം ജോങ് ഉൻ ട്രംപിന്റെ പേരെടുത്ത് പറയാതെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉത്തര കൊറിയയുമായി നിരന്തരം ചർച്ചകൾക്കായി യുഎസ് ക്ഷണിക്കുന്നതിനിടെയായിരുന്നു കിം ജോങ് ഉന്നിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയയുമായി ചേർന്ന് യുഎസ് സൈന്യം ഉത്തര കൊറിയൻ അതിർത്തിക്ക് സമീപം സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അതേസമയം ഉത്തര കൊറിയയെ ഒരു ആണവ ശക്തിയായി അംഗീകരിക്കുകയും തങ്ങൾക്കെതിരായ ശത്രുപരമായ നയങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഇനിയൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന നിലപാടിലാണ് പ്യോങ്യാങ്. ഇതിനിടെ പുതിയ യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള ക്രൂയിസ് മിസൈൽ പരീക്ഷണങ്ങളും ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണവും നടത്തി ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക കരുത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി അടുത്തിടെ വാഷിംഗ്ടൺ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഉത്തര കൊറിയയുടെ പുതിയ നിലപാട് മേഖലയിലെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.